ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 91 സങ്കീർത്തനം 16 തിരുവചന വേദഭാഗം വചനം ഇപ്രകാരം പറയുന്നു: ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഐ വിൽ സാറ്റിസ്ഫൈ ഹിം ആൻഡ് ഷോ ഹിം മൈ സാൽവേഷൻ. എൻ്റെ രക്ഷയെ ഞാൻ അവനായി തുറക്കും. എൻ്റെ സമാധാനത്തെ ഞാൻ അവനിന്മേൽ പകരും. എൻ്റെ സന്തോഷം ഞാൻ അവനായി കൊടുക്കും. ഇന്ന് പകൽക്കാലം തിരുവചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്നതായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു: എൻ്റെ രക്ഷയെ ഞാൻ അവന് കൊടുക്കും. മുമ്പിൽ നിൽക്കുന്നതായ ചെങ്കടൽ നിങ്ങൾക്ക് പ്രതികൂലമായാലും, യോർദാൻ കര കവിഞ്ഞൊഴുകിയാലും, തിരയും കാറ്റും കോളും ജീവിതമാകുന്ന നിങ്ങളുടെ പടകിൽ ആഞ്ഞടിച്ചാലും, നിങ്ങൾ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉണർത്തും. തക്ക സമയത്ത് അവൻ നിങ്ങൾക്കായി പ്രവൃത്തിയെ അയപ്പാൻ തക്കവണ്ണം ഇടയാകും. നീ ഒരു തോൽവിയെന്ന് ലോകം നിന്നെ നോക്കി വിധി എഴുതുമ്പോൾ, നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന നല്ല ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു: നിന്റെ ഭാവിയെ ഞാൻ അറിയുന്നു, നിന്റെ പ്രാർത്ഥനയെ ഞാൻ കേൾക്കുന്നു. നീ ഒരു പരാജയമായി പോകുവാൻ, നീ ഒരു തള്ളപ്പെട്ടവനായി നിൽക്കുവാൻ ഞാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാവിയെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങളുടെ ഭാവി ദൈവത്താൽ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. വീടിൻ്റെ ഉള്ളിൽ പച്ചവെള്ളം മാത്രം സംഭരിപ്പാൻ വെച്ചിരുന്നതായ കൽഭരണിയെ ശ്രേഷ്ഠമായ അത്ഭുത വീഞ്ഞിൻ്റെ സംഭരണിയാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, പാഴും ശൂന്യവുമെന്ന് വിധി എഴുതിയതായ നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി തീർക്കുവാൻ, ജീവനുള്ളതാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കർത്താവിൽ പൂർണ്ണ പ്രത്യാശ അർപ്പിച്ചാട്ടെ, അവനെ വിളിച്ചപേക്ഷിച്ചാട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അവൻ്റെ സന്നദ്ധി നിങ്ങൾ പകർന്നാട്ടെ. നിശ്ചയമായും ഈ പകലിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. നമ്മെ തൃപ്തിപ്പെടുത്തുന്ന, നമ്മെ സകലത്തിലും തൃപ്തിയുള്ളവരാക്കി തീർക്കുന്ന എൻ്റെ ദൈവം അവൻ്റെ രക്ഷയെ, അവൻ്റെ സമാധാനത്തെ, അവൻ്റെ സന്തോഷത്തെ നമ്മുടെ അഴിച്ചു മാറ്റി, നമ്മുടെ വേദനകളെ തുടച്ചു നീക്കി, നമ്മുടെ കണ്ണുനീരിനെ തുടച്ചു നീക്കി ആനന്ദത്താൽ നമ്മെ നിർത്തുന്ന നമ്മുടെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ഏവരെയും ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ അവൻ നമ്മോട് കൂടിയുണ്ട്. നിങ്ങളൊരു പരാജയമല്ല, നിങ്ങളൊരു ശൂന്യമായി നിൽക്കുന്നതായ ഉത്കൽപ്പനണിയല്ല. അവൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണ്, അവൻ്റെ ആത്മാഭിഷേകത്താൽ നിറഞ്ഞവരാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ് നിങ്ങളെവരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട്, അവൻ്റെ സന്നിധിയോട് ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുമോ? നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹീത പ്രഭാതം നീ ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി പറയുന്ന കർത്താവേ. തോൽവിയെന്ന് ലോകം വിധി എഴുതുമ്പോൾ, ശൂന്യതയെന്ന് കർത്താവേ സ്തോത്രം ലോകം ഞങ്ങളെ നോക്കി പറയുമ്പോൾ, ഞങ്ങൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞവൻ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങൾ മേൽ പകർന്നതിന് ഓർത്ത്, ഈ പ്രിയ ജനത്തിന് മേൽ കർത്താവെ നീ പകർന്നതിന് ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പ്രഭാതത്തിലെ യാത്ര അപ്പോൾ നിന്നോട് ചേർന്നുള്ളതായി നിൽക്കുവാൻ, നിന്റെ ശബ്ദം കേട്ട് കർത്താവെ നിന്നെ അനുഗമിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി ഞങ്ങൾ തീരേണ്ടതിന് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഈ ഓരോ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി.
യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളേവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.